പഠിച്ചു കഴിഞ്ഞതിന് ശേഷം 5 മിനിറ്റ് ബ്രേക്ക് എടുക്കാമെന്ന് കരുതി ഫേസ്ബുക്ക് നോക്കി, യൂട്യൂബ് ഷോർട്സ് കണ്ടു, 5 മിനിറ്റ് എന്നുള്ളത് 1 മണിക്കൂറായത് അറിഞ്ഞതുപോലുമില്ല. ഇങ്ങനെ നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ടോ? ഇതിനെ ഫോൺ അഡിക്ഷൻ എന്നാ പറയുന്നത്. ഇറ്റ്സ് എ സൈക്കിൾ, ബട്ട് ദ ഗുഡ് ന്യൂസ് ഇസ് ദാറ്റ് യു ക്യാൻ ബ്രേക്ക് ഫ്രീ ഫ്രം ഇറ്റ്. വൈ ആർ വി അഡിക്റ്റഡ് ടു ഫോൺസ്? മൊബൈൽ ഫോൺസ് പൊതുവെ നമ്മുടെ അറ്റൻഷൻ ഗ്രാബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്ത ഒരു ഡിവൈസാണ്. നമ്മൾ മൊബൈലിൽ എന്തെങ്കിലും ഫണ്ണി വീഡിയോസ് കാണുമ്പോഴോ, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് കാണുമ്പോഴോ, ഫേസ്ബുക്കിൽ പോസ്റ്റ് കാണുമ്പോഴോ, ഷോർട്സ് കാണുമ്പോഴോ, അല്ലെങ്കിൽ മൊബൈൽ ഗെയിംസ് കളിക്കുമ്പോഴോ നമ്മുടെ ബ്രെയിൻ ഡോപ്പമൈൻ എന്ന് പറയുന്ന ഒരു കെമിക്കൽ റിലീസ് ചെയ്യും. ദിസ് ഡോപ്പമൈൻ വിൽ മേക്ക് us ഫീൽ ഗുഡ്. എത്രത്തോളം ഫോൺ യൂസ് ചെയ്യുന്നുവോ അത്രത്തോളം ഡോപ്പമൈൻ റിലീസാണ്. ഈ ഡോപ്പമൈൻ കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ബ്രെയിൻ നമ്മളെ ഫോൺ യൂസ് ചെയ്യാൻ പ്രഷറൈസ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇങ്ങനെയാണ് നമ്മൾ പൊതുവെ ഫോൺസിൽ അഡിക്റ്റ് ആകുന്നത്. The consequences of phone addiction. ഫോൺ അഡിക്ഷൻ കൊണ്ട് എന്തൊക്കെ പ്രോബ്ലംസ് ഉണ്ടാകും? ലോസ്റ്റ് ടൈം. ഫോണിൽ മണിക്കൂറോളം സ്ക്രോൾ ചെയ്തിരിക്കുമ്പോൾ നമ്മൾ മറക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ കളയുന്ന മണിക്കൂറെല്ലാം എന്തിനു വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാമായിരുന്നു? പഠിക്കാൻ വേണ്ടിയിട്ട്, നമ്മുടെ ഫാമിലിയോടൊപ്പം ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇല്ലെങ്കിൽ എവിടെയെങ്കിലും പുറത്തു പോകാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാമായിരുന്നു. അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യാനോ, മെഡിറ്റേഷൻ ചെയ്യാനോ, സെൽഫ് കെയർ ചെയ്യാനോ ഒക്കെ യൂസ് ചെയ്യാമായിരുന്നു. നമ്മൾ എല്ലാ പേരും മറന്നു പോകുന്നൊരു കാര്യമുണ്ട്. ടൈം ലോസ്റ്റ് ഇസ് ഗോൺ ഫോർ എവർ എന്നുള്ളത്. ഹെൽത്ത് ഇഷ്യൂസ്. ഫോൺ അഡിക്ഷൻ കാരണം ഒത്തിരി ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ വിഷൻ പ്രോബ്ലം, ഇറിറ്റേഷൻ ഇൻ ഐസ്, ഹെഡേക്സ്, പെട്ടെന്ന് ദേഷ്യം വരിക, ഡിപ്രഷൻ. പിന്നെ നമ്മൾ കുറേ കൂടെ ഇൻട്രോവേർട്ട് ആകാനുള്ള ചാൻസ്, അതായത് ഉൾവലിഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. പുവർ അക്കാഡമിക് പെർഫോമൻസ്. നമുക്ക് സ്റ്റഡീസിൽ ഫോക്കസ് ചെയ്യാൻ പറ്റില്ല. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ വരെ നമ്മൾ മറന്നു പോകും. ഫോർ എക്സാമ്പിൾ, ഒരു പെൻ എടുത്ത് നമ്മൾ എവിടെയെങ്കിലും വച്ചു കഴിഞ്ഞാൽ അടുത്ത ദിവസം അന്വേഷിക്കുമ്പോൾ പെൻ എവിടെയാ വച്ചതെന്ന് നമുക്ക് ഓർമ്മ കാണില്ല. ഇങ്ങനെ സ്മോൾ മെമ്മറി പ്രോബ്ലംസ് ഉണ്ടാകാനുള്ള ചാൻസസ് കൂടുതലാണ്. അതേപോലെ പുവർ അക്കാഡമിക് പെർഫോമൻസ്. പ്രാക്ടിക്കൽ ടിപ്സ് ടു ബ്രേക്ക് ഫോൺ അഡിക്ഷൻ. ഇനി നമുക്ക് എങ്ങനെ ഫോൺ അഡിക്ഷൻ ബ്രേക്ക് ചെയ്യാം എന്ന് നോക്കാം. സ്വിച്ച് ഓഫ് യുവർ ഫോൺ വെൻ സ്റ്റഡി. പഠിക്കാനിരിക്കുന്നതിന് മുന്നേ ഫോണിനെ അങ്ങ് സ്വിച്ച് ഓഫ് ചെയ്ത് വയ്ക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഇമ്പോർട്ടൻറ്റ് കോൾസ് വരാനുണ്ടോ? ഇല്ല. നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ ഈ ടൈമിൽ എന്താ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്? യുവർ ഫാമിലി, യുവർ സ്റ്റഡീസ്, യുവർ ഡ്രീംസ്, യുവർ ഫ്യൂച്ചർ. അപ്പോൾ ചോദിക്കും, ഓൺലൈൻ ക്ലാസ് അല്ലെങ്കിൽ യൂട്യൂബ് ലെക്ചേഴ്സൊക്കെ നമ്മൾ എങ്ങനെ കാണും? അതിന് ഫോൺ സ്വിച്ച് ഓഫ് ആക്കിയാൽ ശരിയാകുമോ എന്നൊക്കെ. അതിന് വേണ്ടിയിട്ട് ഒരു ടൈം ലിമിറ്റ് സെറ്റ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, നമ്മൾ സ്റ്റഡി പ്ലാനിൽ സ്റ്റഡി സ്ലോട്ട്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇല്ലേ? അതിലേതെങ്കിലും സ്റ്റഡി സ്ലോട്ടിൽ ലെക്ചേഴ്സ് കാണുക. ഇങ്ങനെ ചെയ്യുമ്പോൾ ആവശ്യമില്ലാതെ ഫോൺ യൂസ് ചെയ്യാനുള്ള സാധ്യത കുറവായിരിക്കും. ഡിലേ യോർ അർജസ്. ഇനി പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് തോന്നും കുറച്ചു നേരം ഒന്ന് ഇൻസ്റ്റ നോക്കാം, ഇല്ലെങ്കിൽ ഒരു ഡ്രാമയുടെ ഏതെങ്കിലും ഒരു എപ്പിസോഡ് കണ്ടു കളയാം എന്നൊക്കെ. അങ്ങനെ തോന്നുന്ന ആ ഒരു മൊമെന്റിൽ 10 മിനിറ്റ് നിങ്ങളൊന്ന് കണ്ണടച്ചിരിക്കുക. ആ ഒരു 10 മിനിറ്റ് എന്ത് വന്നാലും നിങ്ങൾ ഫോൺ കൈകൊണ്ടെടുക്കാൻ പാടില്ല. ആ ഒരു 10 മിനിറ്റ് ഓവർകം ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് ഫോൺ എടുക്കാനുള്ള ആ ഒരു അർജ് ഡിസപ്പിയർ ആയിട്ടുണ്ടായിരിക്കും. ഇതിനെ നമ്മൾ 10 മിനിറ്റ് റൂൾ എന്നും പറയാറുണ്ട്. റെഡ്യൂസ് യുവർ സ്ക്രീൻ ടൈം ഗ്രാജുവലി. ഒരു ദിവസം കൊണ്ടൊന്നും നമുക്ക് സ്ക്രീൻ ടൈം റെഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇന്ന് സ്വയം ഒരു ഡിസിഷൻ എടുക്കാം. ദാറ്റ് ഇന്ന് ഞാൻ ഒരു 4 hours മാത്രമേ ഫോൺ യൂസ് ചെയ്യത്തുള്ളൂ. ആൻഡ് നിങ്ങൾ ആ ഒരു ഡിസിഷനിൽ ഉറച്ചു നിൽക്കുക. അന്നത്തെ ദിവസം 4 hours മാത്രം യൂസ് ചെയ്യാം. ആ ഒരു വീക്ക് 4 hours മാത്രം സ്ക്രീൻ ടൈം കൊടുക്കും. നെക്സ്റ്റ് വീക്ക് ആ ഒരു സ്ക്രീൻ ടൈം 3 hours ആക്കി റെഡ്യൂസ് ചെയ്യാം. ഇങ്ങനെ ഓരോ വീക്കും സ്ക്രീൻ ടൈം ഗ്രാജുവലി റെഡ്യൂസ് ചെയ്തുകൊണ്ടേയിരിക്കും. ടേൺ ഓഫ് നോട്ടിഫിക്കേഷൻസ്. നിങ്ങളുടെ ഫോണിലുള്ള എല്ലാ നോട്ടിഫിക്കേഷൻസും ടേൺ ഓഫ് ചെയ്ത് കളയാം. ബിക്കോസ് അത് ഡിസ്ട്രാക്ഷൻസിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് റീസൺ ആണ്. കീപ് യുവർ ഫോൺ ഔട്ട് ഓഫ് റീച്ച്. പഠിക്കാനിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഫോൺ നിങ്ങളുടെ റൂമിലല്ലാതെ വേറെ ഏതെങ്കിലും റൂമിൽ കൊണ്ടുപോയി വയ്ക്കാം. അപ്പോൾ അത്രയും ദൂരം എഴുന്നേറ്റ് നടന്നു പോയി ഫോൺ എടുത്ത് നോക്കാൻ ഒരു ചെറിയൊരു മടിയുണ്ടാകും. അങ്ങനെ ഫോൺ നോക്കാനുള്ള ചാൻസ് കുറയും. ദ ലോഗ് ഔട്ട് റൂൾ. ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് ഒരു തവണ യൂസ് ചെയ്തതിന് ശേഷം അതിൽ നിന്നും ലോഗ് ഔട്ട് ആവുക. ബിക്കോസ് നെക്സ്റ്റ് ടൈം
അത് ഓപ്പൺ ചെയ്യുമ്പോൾ വീണ്ടും ലോഗിൻ ഡീറ്റെയിൽസ് ചോദിക്കും. പലതവണ ഇങ്ങനെ ലോഗിൻ ഡീറ്റെയിൽസ് ചോദിക്കുമ്പോൾ നമുക്ക് പൊതുവേ ഒരു മടിയായിരിക്കും വീണ്ടും ലോഗിൻ ചെയ്യും. ഈ ഒരു ലോഗ് ഔട്ട് റൂളും നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് നോക്കാം. റീഡ് ബുക്സ് ഓർ ഡു ഓഫ്ലൈൻ ആക്ടിവിറ്റീസ്. ഫോൺ യൂസ് ചെയ്യുന്നതിന് പകരം അതിനെ റീപ്ലേസ് ചെയ്യാനായിട്ട് ഒത്തിരി ആക്ടിവിറ്റീസ് അവൈലബിൾ ആണ്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് ബുക്സ് റീഡ് ചെയ്യാം, ഡ്രോയിങ് ചെയ്യാം, ഫ്രണ്ട്സിനോടൊപ്പം പുറത്ത് പോകാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഹോബീസ് ഒക്കെ നിങ്ങൾക്കൊന്ന് ചെയ്ത് നോക്കാം. ഇങ്ങനെ ഓഫ്ലൈൻ ആക്ടിവിറ്റീസ് കൂടുതൽ ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക. ഫോൺ അഡിക്ഷൻ ഒരു ദിവസം കൊണ്ടൊന്നും ബ്രേക്ക് ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റില്ല. അത് നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കണം. എന്നാൽ മാത്രമേ പതുക്കെ നമുക്ക് ഇതിൽ നിന്നും ഡിറ്റാച്ച് ആയി വരാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇനി ഒരു കാര്യം ഓർത്തിരിക്കുക, നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ സ്ക്രോൾ ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡ്രീംസ് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. മറ്റുള്ളവരുടെ മുമ്പിൽ അന്തസ്സായിട്ട് തല ഉയർത്തി നടക്കാൻ പറ്റും. എക്സാംസ് നല്ല മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റും. നിങ്ങളുടെ പേരൻസിനെ പ്രൗഡ് ആക്കാൻ പറ്റും. ഇല്ല, ഇതിൻ്റെയൊക്കെ ഒറ്റ ആൻസറേ ഉള്ളൂ, നോ. ഫോൺ യൂസ് ചെയ്യുമ്പോൾ ഇപ്പോൾ കിട്ടുന്ന സന്തോഷം മാത്രമേ ഉള്ളൂ. ഭാവിയിൽ അത് റിഗ്രറ്റിനും ദുഃഖത്തിനും കാരണമാകും. നിങ്ങളുടെ ഓരോ മിനിറ്റും നിങ്ങൾ നിങ്ങളെ തന്നെ അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുക. Believe in yourself and have a wonderful day.